കൊണ്ട് കഴിയത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഒരു വല്ലാത്ത പാഴായ ജന്മമാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലേവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങളിൽ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനത്തിനകത്ത് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ ഉപ്പിനെ കുറിച്ച് പറയുകയാണ്. ഉപ്പ് രസമുണ്ടായാൽ അത് ഏറ്റവും പ്രയോജനമുള്ളതായിരിക്കും. എന്നാൽ അതിന്റെ രസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നവരാണ്. എല്ലാ കറികളിലും ഏറ്റവും ടേസ്റ്റ് വരുത്തുവാൻ, അതിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുവാൻ ഒക്കെ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അച്ചാറുകളൊക്കെ ഇടുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപ്പിന്റെ കണ്ടന്റ് വർദ്ധിക്കും തോറും ആ അച്ചാറുകൾ നശിച്ചു പോകാതെ കൂടുതൽ നാൾ ഇരിക്കുവാനൊക്കെ ഈ ഉപ്പിന്റെ രസം അതിനെ സഹായിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വചനത്തിനകത്ത് ഉപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാര്യം? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ എപ്പോഴും പ്രയോജനമുള്ളവരായി മാറുക. ദൈവരാജ്യത്തിന് അനേകർക്ക് നമ്മളൊരു ഹെൽപ്ഫുള്ളായി മാറുവാൻ, ബാലൻസ്ഡ് ആയി മാറുവാൻ, ദൈവസഭയ്ക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവമക്കളെ കുറിച്ച് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, ഒരു ഉപയോഗശൂന്യമായി മാറാനല്ല, ദൈവം നമ്മളിൽ കൈമാറിയിരിക്കുന്ന ദൈവിക കൃപാവരങ്ങൾ, ദൈവികമായ താലന്തുകൾ, ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ളത് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴും യൂസ്ഫുൾ ആയി മാറാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പല സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ്ലെസ് ആവാറുണ്ട്. എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഒരു വല്ലാത്ത പാഴായ ജന്മമാണ്. പല സാഹചര്യങ്ങളുടെ നടുവിൽ പലരും നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയാറുണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലയിടങ്ങളിൽ മാറി നിൽക്കുമ്പോൾ ഇന്ന് ഈ ചെറിയ സന്ദേശത്തിലൂടെ ഒരു ഉപ്പിന് പോലും അതിന്റെ രസം ഇത്രമാത്രം പ്രയോജനമുള്ളതാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ദൈവം നമുക്ക് തന്ന ഈ ജീവിതത്തെ എത്രമാത്രം മനോഹരമാക്കി മാറ്റാൻ നമ്മളിലൂടെ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി ഈ ലോകത്തിനും ദൈവരാജ്യത്തിനും ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ നല്ലതുകളെ തിരിച്ചറിഞ്ഞ്, നല്ല ക്വാളിറ്റി ഉള്ള ആ ദൈവിക സ്വഭാവങ്ങളെ തിരിച്ചറിഞ്ഞ് ഫ്രൂട്ട്ഫുൾ ആയി മാറാനും, അനേകർക്കൊരു ടേസ്റ്റ് ആയി മാറാൻ, അനേകർക്കൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.